നമുക്ക് പെട്ടെന്ന് ആറന്മുള വള്ളസദ്യ നടക്കുന്ന പാർത്ഥസാരഥി ക്ഷേത്രമാണ്. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. ഉമേഷ്, കേൾക്കാമോ? ഇന്നാണ് ചരിത്ര പ്രശസ്തമായ അഷ്ടമിരോഹിണി വള്ളസദ്യ. അതിൻ്റെ മുഖ്യാതിഥിയായി ആറന്മുളയിൽ എത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ആറന്മുളയുമായും ഇത്തരം ചടങ്ങുകളുമായൊക്കെ എപ്പോഴും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ന് പള്ളിയോട സേവാ സംഘം ഇത്തരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് 11 മണിയാണ് വള്ളസദ്യയുടെ തുടക്കമെങ്കിൽ പോലും നേരത്തെ തന്നെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഭക്തരും ഇന്ന് ശ്രീകൃഷ്ണജയന്തിയാണ്, ഭഗവാന്റെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തരും ഇന്ന് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. ആറന്മുളയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അഷ്ടമിരോഹിണി വള്ളസദ്യയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന്. 52 പള്ളിയോട് കരകളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്ന ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾക്കായി വിപുലമായ സദ്യാ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഓണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സദ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നത് ആറന്മുള വള്ളസദ്യയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങ് നടക്കുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ്. എന്തായാലും നമുക്കറിയാം, ഈ ചിങ്ങമാസത്തിലെ വള്ളസദ്യ അല്ലേ? അതെ അതെ, ആറന്മുള വള്ളസദ്യ ഏതാണ്ട് ഒരു 1.5 മാസം ഉണ്ടാവുന്ന പറയുന്ന നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട്. ഉമേഷ്, വള്ളസദ്യയുടെ വിശേഷങ്ങളൊന്ന് പറയാമോ? രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടില്ല എങ്കിലും ഭഗവാന്റെ തിരുനടയിൽ നിൽക്കുന്നതുകൊണ്ട് ഉമേഷിന് വിശപ്പൊന്നും ഉണ്ടാവില്ല. ശരി, നമുക്ക് ആറന്മുളയിലേക്ക്, അതെ, അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും വരുന്നത്. എണ്ണയാണോ നെയ്യാണോ ഉമേഷ്? സുരേഷ് ഗോപി എന്തായാലും വെണ്ണ സമർപ്പിക്കാനായാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വെണ്ണ സമർപ്പിക്കാതെ ഒരു വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. നെയ്യാണ്. നേരത്തെ ചോദിച്ചപോലെ വള്ളസദ്യ അത് രുചിക്ക്, സദ്യക്ക് ഒരു തമ്പുരാനുണ്ടെങ്കിൽ അത് വള്ളസദ്യയാണെന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നതാണ്. 64 വിഭവങ്ങൾ കൂട്ടിയുള്ള സദ്യ ലോകത്തും മറ്റൊരിടത്തും ഉണ്ടാകില്ല. ഇന്ന് അഷ്ടമിരോഹിണി വള്ളസദ്യ ആണെങ്കിലും ഈ 64 വിഭവങ്ങളൊക്കെ വിളമ്പുന്ന വലിയൊരു സദ്യ ഇന്നില്ല എന്ന് വേണം പറയാൻ. എന്നാലും വിഭവങ്ങൾ ഒട്ടും കുറവല്ല. 50ഓളം വിഭവങ്ങൾ ഇന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ ഓരോ പള്ളിയോടങ്ങൾക്കായാണ് വഴിപാട്. ഇന്നിപ്പോൾ 52 പള്ളിയോടങ്ങൾക്കും ഇത്തരത്തിൽ വഴിപാട് സദ്യ ഉള്ളതുകൊണ്ട് തന്നെ 1 ലക്ഷത്തോളം ആളുകൾ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഈ 64 വിഭവങ്ങൾ വിളമ്പുന്ന സദ്യ അത് പിന്നെ ഭഗവാനും ഒപ്പം തന്നെ ഏതാനും ചില ആളുകൾക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇന്ന് വിശദമായ വള്ളസദ്യ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര വലിയ വിഭവങ്ങളില്ല എന്ന് പറയുമ്പോൾ താരതമ്യേന വിഭവങ്ങളില്ല എന്നല്ല. 64 വിഭവങ്ങളാണ് സാധാരണ വള്ളസദ്യക്ക്, ഓരോ വഴിപാട് വള്ളസദ്യക്കും വിളമ്പുക. ഇന്ന് ഏതാണ്ട് 50 വിഭവങ്ങളാണുള്ളത്. 350 പറ അരിയുടെ സദ്യ ഒരുങ്ങിയിട്ടുണ്ട്. ആദ്യമേ സദ്യയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്നാണ് നമ്മൾ കരുതി. എന്നാൽ അപ്പോഴേക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയപ്പോൾ പോകേണ്ടി വന്നു. അതിനുശേഷം സദ്യ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പാചകപ്പുരയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സദ്യ വിഭവങ്ങളൊക്കെ ഏറെക്കുറെ അത് പൂർത്തിയായിട്ടുണ്ട്. അതിന് ദൃശ്യം ഈ ഇപ്പോൾ തിരുമുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ, അമ്പലത്തിന് മുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ സദ്യയുടെ നല്ല അവിയലിൻ്റെ ഒക്കെ മണം ഇങ്ങനെ വല്ലാതെ വരുന്നുണ്ട്. അത് ദൃശ്യങ്ങളിൽ ആ മണം അവിടെ എത്തിയില്ലെങ്കിൽ പോലും ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കും അല്പസമയത്തിനകമെന്നാണ് കരുതുന്നത്. പ്രദീപ്ല, ഈ ഉമേഷിനെ ഇവിടെ സ്റ്റുഡിയോയിൽ കാണാനില്ല ഞങ്ങളുടെ നിരവധി പ്രേക്ഷകർ എപ്പോഴും ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നവരിൽ ഒരാളെ ഉമേഷാണ്. എന്തുകൊണ്ടാണ് ഉമേഷ് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആദ്യം തന്നെ പറഞ്ഞ് മനഃപൂർവ്വമാണ് അവിയലിന്റെ കാര്യമൊക്കെ എടുത്തു പറഞ്ഞത്, കുറച്ചുകൂടി അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഉമേഷ്, അതുപോലെ തന്നെ ഇന്നിപ്പോ ചടങ്ങുകൾ എന്തൊക്കെയാണ് അവിടെ? ഭഗവാന് ഈ പറയുന്ന 64 വിഭവങ്ങളുള്ള സദ്യ സമർപ്പിക്കും. മറ്റു വിശേഷാൽ പൂജകൾ എന്താണ്? വൈകുന്നേരം വരെ ഉണ്ടാകുമ്പോൾ പൂജ, വിശേഷാൽ പൂജകൾ, ചടങ്ങുകൾ എന്താണ് ഇന്നിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നത് പള്ളിയോടങ്ങൾക്ക് നൽകുന്ന വള്ളസദ്യ തന്നെയാണ്. ഇന്ന് ഈ ആറന്മുള വള്ളസദ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം എന്നത് ഭഗവാൻ ഈ സദ്യയിൽ പള്ളിയോട കരക്കാരോടൊപ്പം ഈ സദ്യ ഉണ്ണാനായി എത്തുന്നു എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് പള്ളിയോട് ചോദിക്കുന്നതെല്ലാം വഴിപാടുകാരൻ നൽകണമെന്ന വിശ്വാസമുള്ളത്. കാരണം അത് കരക്കാരനാണോ ഭഗവാനാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ പള്ളിയോട കരക്കാരോടൊപ്പം ഭഗവാനും സദ്യയിൽ പങ്കെടുക്കുന്നു എന്ന വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അന്നദാന പ്രഭുവായാണ് ആറന്മുള ഭഗവാൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ സദ്യ എന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങ്. ഒപ്പം ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിന് ഉള്ളിൽ നടക്കുന്നുണ്ട്. അത്
വൈകുന്നേരം വരെ അത്തരം ചടങ്ങുകൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ആചാരപരമായ ചടങ്ങുകൾ നടക്കുമ്പോഴും പുറത്ത് അനുഷ്ഠാനത്തിന്റെ ഭാഗമായ സദ്യക്ക് തന്നെയാണെന്ന് പ്രാധാന്യമുള്ളത്. ഏതാണ്ട് 11 മണിയോടുകൂടി പള്ളിയോടങ്ങൾ ആഘോഷപൂർവ്വം പള്ളിയോടക്കരകളിൽ നിന്ന് പുറപ്പെടും. ഇപ്പോൾ 52 പള്ളിയോടക്കരകളിലും ആറന്മുളയിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ആറന്മുള അമ്പലത്തിലേക്ക് പള്ളിയോടത്തിന്റെ പ്രതികൾ ആദ്യം എത്തും. ഇവിടെ നിന്ന് പൂജിച്ച് നൽകുന്ന തുളസിമാലയൊക്കെ ചാർത്തിയാണ് പിന്നെ പള്ളിയോടങ്ങൾ കരകളിൽ നിന്ന് ഇവിടേക്ക് എത്തുക. അവിടെ എല്ലാ കരകളിലും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ദൃശ്യങ്ങളിലേക്ക് ഉമേഷ്, ശീവേലി ദൃശ്യങ്ങളാണോ ഇപ്പോൾ കാണുന്നത്? ഇപ്പോൾ കാണുന്നത് ശീവേലി എഴുന്നള്ളത്തിനുള്ള ഇന്നത്തെ പ്രത്യേക എഴുന്നള്ളത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആനപ്പുറത്തുള്ള എഴുന്നള്ളത്ത് സാധാരണഗതിയിൽ ശിരസിലേറ്റിയാണ് സാധാരണ എല്ലാ ദിവസവും ഈ ശീവേലി എഴുന്നള്ളത്തുള്ളത്. ഇന്നിപ്പോൾ അഷ്ടമി രോഹിണി ആയതുകൊണ്ട് തന്നെ ഭഗവാന്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ പ്രത്യേക ആട്ടവിശേഷമാണ്. അതുകൊണ്ട് ആനപ്പുറത്താണ് ഇന്നത്തെ എഴുന്നള്ളത്ത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഏതാണ്ട് 10 മണിയോടുകൂടി പള്ളിയോടത്തിന്റെ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കും. 10:30 ഉച്ചപൂജയ്ക്ക് ശേഷം കൊടിമരച്ചൂട്ടിൽ ഭഗവാനായി ആദ്യ സദ്യ വിളമ്പുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. അതിന് മുന്നോടിയായി പള്ളിയോടങ്ങൾക്ക് ക്ഷേത്രക്കടവിൽ സ്വീകരണം നൽകും. അവിടെ എത്തുന്ന ഓരോ പള്ളിയോടങ്ങളെയും ക്ഷേത്ര ഭരണസമിതിയും ഒപ്പം പള്ളിയോട സേവാ സംഘവും വെറ്റപോലെ നൽകി സ്വീകരിച്ച് ഇവിടേക്ക് കൊണ്ടുവരും. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി 52 പള്ളിയോടങ്ങൾക്കും ഇരിക്കാനുള്ള സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ക്ഷേത്രത്തിന് പുറത്ത് ഓഡിറ്റോറിയത്തിൽ മറ്റാളുകൾക്കായുള്ള സമൂഹ സദ്യയും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വള്ളസദ്യ കൂടാതെ പിറന്നാൾ സദ്യയായ സമൂഹ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ ഏതാണ്ട് 350 പറ അരിയുടെ സദ്യയാണ് എല്ലാ വർഷവും ഒരുക്കുന്നത്. 1 ലക്ഷത്തോളം ആളുകൾ ആ സദ്യ ഉണ്ണും എന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ഒരു കണക്കുകളുള്ളത്. അങ്ങനെ വിപുലമായ പിറന്നാൾ ആഘോഷങ്ങൾക്ക് ആറന്മുള ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യ എഴുന്നള്ളത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അറിയാം, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. അദ്ദേഹം പ്രത്യേകമായി എത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ആഘോഷം സമർപ്പിക്കാനുള്ള വെണ്ണയുമായാണ് നിൽക്കുന്നത്. ശീവേലി എഴുന്നള്ളത്ത് നടക്കുന്നു. നമുക്ക്